എനിക്ക് തോന്നുന്നു 3500 കൂടുതൽ പടങ്ങള് പടല്ല, അല്ല സോറി ആൽബംസ്. സോങ്സ് അതെ, അതെ. എല്ലാം കൂടി ആൽബംസും എല്ലാം കൂടി അത്രയും സിനിമയിൽ എനിക്ക് തോന്നുന്നു ബിജുചേട്ടന്റെ ആണ് പാട്ടുകളാണ് അധികം കൂടുതലും പാടിയിരിക്കുന്നത്. ഇപ്പൊ ബിജുചേട്ടൻ്റെ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ ഏത് പാട്ടാണ് പാടാൻ തോന്നണത്? ബിജുചേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് റാണി പത്മിനി എന്നുള്ള സിനിമയിൽ മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിരുന്നു. ആഹാ. അതാണ് എൻ്റെ കരിയറിലൊരു എന്താ പറയുക, സിനിമയിൽ വന്ന ഏറ്റവും നല്ലൊരു മെലഡി അതാണ്. അതിന്റെ മഞ്ജു ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മഞ്ജു വാര്യറിന്റെ സൗണ്ട് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സംസാരത്തില്? എനിക്ക് കേൾക്കുമ്പോ അങ്ങനെ എവിടേക്കോ ഒരു ഫീൽ വരുന്നുണ്ട്, എവിടെയോ മഞ്ജുവിന്റെ ഒരു കുറച്ച് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, ശരി. പറയാൻ പറ്റില്ല. ഈ പാട്ടിന്റെ കമന്റ്സിൽ തന്നെ ആരൊക്കെ ഇട്ടുണ്ട്, ഇത് മഞ്ജു വാര്യർ പാടിയതാന്ന് വിചാരിച്ചേന്ന് പറഞ്ഞു. അത് ഭയങ്കര നല്ല സിങ്ക് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്താ അല്ല, സംസാരത്തിന്റെ ഉണ്ട്. അപ്പം എനിക്കറിയില്ല, പക്ഷെ മഞ്ജു വാര്യർ തൃശ്ശൂർ സൈഡാണ്, പാലക്കാടും കൂടി എങ്ങനെയാന്ന് അറിയില്ല. ഒരു സ്ലാങ് ഒക്കെ എവിടേക്കോ ഒരു ഉണ്ടായിരിക്കും. ഞാൻ പാലക്കാട് വെച്ചാല് അച്ഛന്റെ വീട് പാലക്കാടാണെങ്കിലും അമ്മയുടെ വീട് പട്ടാമ്പി ആ ഭാഗമാണ്. അതുകൊണ്ടാണ് ടിപ്പിക്കൽ ആ ഒരു പാലക്കാടൻ ഭാഷയല്ല, ശരിക്കും എക്സാക്ട് പാലക്കാടല്ല, അല്ല. നമ്മുടെ ഇതാണ്. നമുക്ക് ആ പാലക്കാട് പക്ഷെ എല്ലാം അറിയാം, പാലക്കാട്ട് എല്ലാ പഠിച്ചത് വളർന്നൊക്കെ അവിടെ തന്നെ. അതെ അതെ അതെ. ഓർഡിനറിയില് ബിജുമേനോൻ പറയുന്ന ഭാഷയൊക്കെ നമുക്ക് അറിയാം, പിന്നെ അതൊന്നും നമ്മളെടുത്ത് പ്രയോഗിക്കാറില്ല എന്ന് മാത്രം. അത് പറഞ്ഞ നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എവിടെന്നാന്നുള്ളത്.